ഇവരുടെ എല്ലാ പരിപാടിയും നാടൊട്ടാകെ ലഹരിയാണ്. ഈ ലഹരിയുടെ കേന്ദ്രങ്ങൾ ഓരോ രാജ്യത്തും അവിടുത്തെ മക്ബറകളാട്ടോ. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോളീൻ. രാജ്യത്ത് ലഹരി, കഞ്ചാവ്, മയക്കുമരുന്നിൻ്റെയൊക്കെ ഹോൾസെയിൽ ബിസിനസിൻ്റെ കേന്ദ്രങ്ങളൊക്കെ ഈ ദർഗകളാണ്. കേരളത്തിലും അതെ, കേരളത്തിൻ്റെ പുറത്തും അതെ. എന്താ കാരണം എന്നറിയോ? അവിടെ പരിശോധനക്ക് ആരും ചെല്ലൂല. അങ്ങനെ ഒരു സുഖമുണ്ടായി. ഈ ദർഗൻ്റെ അകത്ത് ജാറം മൂടിയിട്ട് അതിൻ്റെ ഉള്ളിലൂടെയും ജാറം മൂടാനുള്ള തുണിയുടെ ഉള്ളിലൂടെയൊക്കെ മയക്കുമരുന്നും ഗഞ്ചൊക്കെ കടത്തിയാൽ ഒരു പോലീസുകാരും തൊടൂല. കാരണം എന്താ പറയുക? തൊട്ടാ അവിടെ വകുപ്പ് മാറുപോയി. അത് ദീനിൻ്റെ പ്രശ്നം. വികാരം ഇങ്ങനെ ഇളകി വിടൂലേ? അപ്പം പിന്നെ ആകെ പ്രശ്നമാവൂലേ? രാജ്യത്ത് ആളിക്കത്തൂലേ? ദർഗയിലേക്ക് കൊണ്ടുപോകണ ആളെ തടഞ്ഞു എന്നൊക്കെ പറയില്ലേ? അപ്പം നല്ല സുഖമുള്ളൊരു മറയാണ് ഈ ദർഗകൾ. ഇവിടെ ഉണ്ടല്ലോ വേങ്ങര കോയപ്പാട ജാറുണ്ടല്ലോ, നടക്കുന്നുണ്ടാവും. നിങ്ങളത് അന്വേഷിച്ച് നോക്കിയാൽ മതിയല്ലോ. എല്ലാ സ്ഥലങ്ങളിലും ഈ ദർഗകളുടെ ഒക്കെ ചുറ്റുവട്ടത്തായിട്ട് ആരുണ്ട്? പെണ്ണ് കച്ചവടം ഉണ്ടാവും, അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ ബിസിനസ്സും ഉണ്ടാവും. ഇത് ഞാൻ പറഞ്ഞിട്ട് നീ അധികമായി പോണ്ട. നമ്മളെ ജിഫിരിക്കോയുടെ ഒരു അനുഭവം ഞാനൊന്ന് പറഞ്ഞുതരാം. നമ്മളെ സാക്ഷാൽ ജിഫിരിക്കോയ ഒരു മക്ബറയിൽ ചെന്നപ്പോൾ അയാൾ കണ്ട കാഴ്ച അയാളൊന്ന് പറയട്ടെ, എന്നിട്ട് ബാക്കി ഞാൻ പറയാം. അപ്പം നമ്മൾക്കൊരു ധാരണയുണ്ട്, വലിയ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു മുണ്ടോ അല്ലെങ്കിൽ പച്ചയോ പോച്ചുകൊണ്ട് വല്ല മസാറ് കൂടിയ പിന്നെ കീശിയിലും ഇവൻ കഞ്ചാവും വെച്ച് നടക്കണവനാണ്. അങ്ങനെ ഉണ്ടല്ലോ, പല മസാറുകളിൽ പോയി നോക്കിയാൽ പലരെയും കാണും. ഞാനൊരിക്കലും പുളിക ഉറൂസിന് പോയി. പുളിക ഉറൂസിന് പോയപ്പോൾ ഉറൂസ് കഴിഞ്ഞപ്പോൾ എനിക്ക് യാത്ര ചെയ്യാൻ രാത്രി ആകുമ്പോൾ ഉറക്കം വയ്ക്കേണ്ട വലിയ വശം. ഞാൻ പറഞ്ഞു ഇവിടെ ഉറങ്ങണം എന്നാണ്. അപ്പോൾ അവരൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ടായി തന്നെ അവർ സൗകര്യം ചെയ്തു. അങ്ങനെ കുറച്ച് ഈ ഉറൂസിൻ്റെ അടുത്താണ് ദിക്റൊക്കെ നടക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മക്ബറയിൽ നടക്കണ കുറേ ഔലിയാക്കന്മാരുണ്ടല്ലോ, പച്ചയും ചുവപ്പൊക്കെ ഇട്ട് തലയിൽ വലിയ കെട്ടൊക്കെ കെട്ടി അവർ രണ്ടാളുകൾ ഇങ്ങനെ വരിക. രണ്ടാളപ്പോൾ ഒരു പെണ്ണുണ്ട്. അങ്ങനെ വന്നിട്ട് ഇവരിതാക്കി തരും. ഒരു അപ്പാത്തും കൊടുത്തു, ഒരു തപ്പാത്തും നടുക്ക് പെണ്ണും കൊടുത്തു. അപ്പം ഞാൻ അങ്ങനെ കുറേ ആലോചിച്ചു, ഇവരെങ്ങനെ ഈ ഔലിയാക്കന്മാരൊപ്പം ഈ ഒരു പെണ്ണിനെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇവരോട് ഇങ്ങളൊന്ന് പോയി പറയാം അവരോട്, അങ്ങനെ ഒരു പെണ്ണും രണ്ടാളും കൂടി എടുക്കാൻ പാടില്ല, ഇവരിത് എവിടുത്തേരാ എങ്ങനെയാണ് ഇവരെ മുന്നിലുള്ള ബന്ധം എന്നൊക്കെ ചോദിച്ചു. അപ്പം ഇവർ പറഞ്ഞത് എന്താണെന്നറിയോ? ഒന്നും ഉണ്ടാൻ പറ്റൂല തങ്ങളെ, അവർ വലിയൊരു ലോബിയാണെന്ന് പറയും, ഒന്നും ഉണ്ടാൻ പറ്റൂല എന്ന് ഇവരെന്ത്. അപ്പം ഞാൻ അവരെ ചെന്ന് കണ്ട് അവിടെ നിന്ന് ആട്ടി ഓടിച്ചു പറഞ്ഞയച്ചു. അപ്പം എന്നോട് പറഞ്ഞു ഇനിയിപ്പോൾ രാത്രി. ഞാൻ പറഞ്ഞു എനിക്കൊന്നും ഉണ്ടാവില്ല പറഞ്ഞു. അപ്പോൾ അവരെന്തെങ്കിലും ഉപദ്രവിക്കുമെന്നാണ് പിന്നെ പറയണത്. അപ്പം ഇങ്ങനെ പല മസാറിൽ കൂടിയും പല കള്ളന്മാർ അവരെ കേസ പരിശോധിച്ച് നോക്കിയാൽ കഞ്ചാവായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളതായ ഇവരൊക്കെ പിന്നിൽ കൂടുന്നതായ ഒരു സ്വഭാവം നമ്മളിൽ നിന്നുള്ള പലർക്കും ഉണ്ട്. ഞങ്ങൾക്കില്ല, അത് നിങ്ങളെ പരിപാടിയാണ്.